ഹലോ വെൽക്കം ഓൾ ഓഫ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തേർഡ് സെം രജിസ്ട്രേഷൻ വന്നിരിക്കുകയാണ്. കുറേയധികം മെസ്സേജ് രജിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ടല്ല, ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യും എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ട് കുറേയധികം ഡൗട്ട്സ് നമുക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ ഇൻടേക്ക് സിറ്റ്സിലെ തേർഡ് സെം പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളിത് മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് എന്തെടുക്കും എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് തേർഡ് സെമ്മിൽ ബാക്കിയുള്ള സബ്ജക്റ്റ് ഒരൊറ്റ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് കമ്പൾസറി ആയിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇലക്റ്റീവ് സബ്ജക്റ്റാണ്. അപ്പോൾ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് പലരും ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സൈറ്റിൽ നിങ്ങളുടെ SLM സ്റ്റഡി പോർട്ടൽ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സെർച്ച് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സെമ്മിലുമുള്ള സബ്ജക്ട്സ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഏത് കോഴ്സാണോ എടുത്തിട്ടുള്ളത് ആ കോഴ്സും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എടുത്തിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് എടുക്കാനുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതെല്ലാം കാണിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സെക്കൻഡ് സെമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, ക്രിമിനോളജി, മെഷീൻ ലേണിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജേൺസ്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ FIUGP ഇംഗ്ലീഷ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലാണ് പിന്നെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ, ഈ 2 സബ്ജക്റ്റും വരുന്നത്. ഇതിൽ നമുക്ക് സെക്കൻഡ് സെമ്മിൽ ഉണ്ടായിരുന്നത് 4 സബ്ജക്റ്റാണ്. ഇനി നമ്മുടെ തേർഡ് സെമ്മിലേക്ക് വരണ സമയത്ത് 4 ഇലക്റ്റീവ് കോഴ്സും ഒരൊറ്റ കമ്പൾസറി സബ്ജക്റ്റുമാണ് വരണത്. ഈ 4 ഇലക്റ്റീവ് കോഴ്സും എല്ലാവർക്കും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരണത്. അപ്പോൾ ഏതാണ് എളുപ്പം എന്നുള്ള രീതിക്ക് നമുക്ക് കുറേ മെസ്സേജസ് തന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈസി ആണ് എന്ന് പറഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അറബിക് ഇഷ്ടമുള്ള ആളുകൾ അല്ലെങ്കിൽ അറബിക്കിന് ബേസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചാണ് പഠിക്കാനുള്ളത്. അതായത് വോളിയം കുറച്ചാണ് പഠിക്കാനുള്ളത് ബാക്കിയുള്ളതിനേക്കാളും. ഇപ്പോൾ മലയാളം റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത്, മലയാളത്തിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അറബിക്കാണ് ഈസി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറബിക്കിന് ഒരു ബേസും ഇല്ലാത്ത ആൾക്ക് അത് നല്ല ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കൂടിയും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ എന്ന് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇനിയിപ്പോൾ SLM എന്ന് ഈ ഒരു സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ PDF, അതായത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇൻഡെക്സ് ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നത് നോക്കിയിട്ട്, അതായത് ഈ ഒരു ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരണത്, എത്ര വോളിയം വരുന്നുണ്ട് എന്നുള്ളതെല്ലാം കണക്കാക്കുന്ന ഫ്രണ്ടിലെ പേജസ് ഉണ്ടാവുമല്ലോ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ആ പേജസിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അയച്ചു തരാം. കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല എൻ്റെ ഭാഗത്തുനിന്ന്, അതായത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുക എന്നതുകൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്റ്റീവ് കോഴ്സിൽ ഒരു സെറ്റിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത് ഈ 4 സബ്ജക്ട്സ് ആണ്. ഡാറ്റ അനലിറ്റിക്സ്, പൈത്തൺ ഫോർ ഓൾ, അങ്ങനെ ഈ 4 സബ്ജക്ട്സ് നിങ്ങൾക്ക് ഒരു ഇലക്റ്റീവിൽ ചൂസ് ചെയ്യാം. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഏത് സബ്ജക്റ്റിൻ്റെയാണ് പ്രൊവൈഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമാനിസം ആൻഡ് ലോജിക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം കൂടുതൽ പേർക്കും തിയറി ആയിട്ട് പഠിക്കാനാണ് കൂടുതലും ഈസി ആയിട്ടുള്ളത്. അതായത് ഒരു സബ്ജക്റ്റിൻ്റെ നോളജ് ഉണ്ടെങ്കിലാണ്, ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് ആയാലും പൈത്തൺ ഫോർ ഓൾ ആയാലും എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടെങ്കിലാണ് ആ സബ്ജക്റ്റ് എടുക്കാനായിട്ട് നമുക്ക് പറ്റുക. ബേസ് ഇല്ല, ഒരു രീതിക്കുള്ള ബേസും ഇല്ല എന്നുള്ള ആളുകളാണ്, പ്രത്യേകിച്ചും ഏജ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ചാനലിൽ, നമ്മുടെ ക്ലാസ്സിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അവർക്ക് കൂടിയും കൺവീനിയൻ്റ് ആവാം. മാത്രമല്ല നമുക്ക് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമാനിസം ആൻഡ് ലോജിക്കാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിൽ ഏത് അവൈലബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമാനിസം ആൻഡ് ലോജിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി വരുന്നുണ്ട്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെമോക്രസി വരുന്നുണ്ട്, മഹാത്മാഗാന്ധി വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഷോർട്ടായിട്ട്, അതായത് വോളിയം കുറവുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 65 പേജാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ബുക്കിന് 65 പേജാണ് വരണത്. ഓക്കെ, അപ്പോൾ ഏറ്റവും വോളിയം കുറവ് ഏതാണ്, അതേപോലെ തന്നെ തിയറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. നിങ്ങൾക്കതല്ല ബാക്കിയുള്ള സബ്ജക്റ്റിൽ ബേസ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെമോക്രസിയും ഏകദേശം
തിയറി തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി വോളിയം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് മഹാത്മാഗാന്ധി എന്നുള്ളതിൻ്റെ എന്തായിരിക്കും കോഴ്സായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ പറയണതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള തോന്നണത്, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇൻഡെക്സ് പേജസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതല്ല മൊത്തത്തിൽ തിയറിയാണ്, ഒന്നും ഒരു ബേസും അറിയില്ല ഒരു സബ്ജക്റ്റിൻ്റെ, പുതിയതായിട്ടൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിക്കുള്ള സബ്ജക്റ്റാണ് നമ്മുടെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യണത്, പ്രൊവൈഡ് ചെയ്യണത്. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി വേറൊരു സെറ്റ് എലക്റ്റീവ് എന്ന് പറയണത് ലാംഗ്വേജസ് ആണ്. ഇത് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ, ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് എന്താണ് പ്ലസ് ടുവിന് ഹിന്ദി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഹിന്ദി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതല്ല സാൻസ്ക്രിറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മലയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും നമുക്ക് അറിയുന്ന ഒരു ലാംഗ്വേജാണ് മലയാളം. പക്ഷേ മലയാളം എടുത്ത് സെലക്ട് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ബാക്കി ഏതെങ്കിലും ലാംഗ്വേജസ് അറിയാമെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജസ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. കാരണം മലയാളം എടുത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള കുറച്ച് ആളുകളെ നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വഴി പറയുന്നു എന്ന് മാത്രം. മലയാളം എന്ന് പറയുമ്പോൾ മലയാളം അല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളത് നോക്കുകയില്ല ആ സബ്ജക്റ്റ്. ലാസ്റ്റ് തലേ ദിവസം എക്സാമിൻ്റെ തലേന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് മലയാളം. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് കണക്കിലെടുത്തിട്ട് വേണം ലാംഗ്വേജസ് സെലക്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് നമ്മളെ മഹാത്മാഗാന്ധി ടെക്സ്റ്റ് പറഞ്ഞല്ലോ, ആ ടെക്സ്റ്റിൻ്റെ ഇൻഡെക്സ് പേജാണ് നമ്മുടെ ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇൻഡെക്സ് പേജ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്തേക്കുക. നമ്മളത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തേക്കുക, കോൺടാക്റ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ സബ്ജക്ട്സ് പറഞ്ഞു. ഓക്കെ, ഇനി ഒരു സബ്ജക്റ്റ് ബാക്കിയുള്ളത്, ഒരു ഇലക്റ്റീവ് കൂടി ബാക്കിയുള്ളത് ഏതാണ്, ഈ ഒരു സെറ്റാണ്. അതായത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, അതേപോലെ തന്നെ സോഷ്യൽ എത്തിക്സ്. ഇതിലും നമ്മൾ പറയുന്ന പോലെ തിയറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബേസ് ഇല്ലാതെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു സബ്ജക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണതും ഏത് തന്നെയാണ്, സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യണത് എന്നുള്ളതും നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ഇൻഡെക്സ് പേജ് വേണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലോട്ട് ഇത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തേക്കുക. കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ എന്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കുക, കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചേക്കുക. നമ്മൾ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുത്തേക്കുക, ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇത് വലിയൊരു കൺഫ്യൂഷനായിട്ടാണ് എല്ലാവരും തലയിലെടുത്ത് വെച്ചേക്കണേ. പ്രത്യേകിച്ച് നമുക്ക് ടെൻഷൻ്റെ സമയമാണ്. നമ്മുടെ സെക്കൻഡ് സെം എക്സാമിൻ്റെ ഫസ്റ്റ് സെം ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അല്ല, ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. സെപ്റ്റംബർ 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇനി നമ്മൾ സെപ്റ്റംബർ 5 ആ ഒരു എക്സാം എഴുതാൻ പ്രിപ്പയർ ആവുകയാണ്, അത് പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാവും, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ ഇലക്റ്റീവ് സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്